അവളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് സ്ട്രോ ഹാറ്റ്സ് കാരണമാണ്. അല്ലെങ്കിൽ അവൾ സ്ട്രോ ഹാറ്റ്സിൽ ചേർന്നിട്ടാണ്. അവളോട് പണ്ട് സോള് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് ഫ്രണ്ട്സിനെ കിട്ടും, ആ ഫ്രണ്ട്സ് ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കി പോവില്ല. ഈ ഒരു കാര്യം ഓർക്കുന്ന റോബിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് ജീവിക്കണം, നിങ്ങളുടെ കൂടെ എന്നെ കൊണ്ടുപോ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് റോബിൻ പൊട്ടിക്കരയുന്നു. ഇത് കേട്ട സ്ട്രോ ഹാറ്റ്സിനാവട്ടെ സന്തോഷത്തോടെ അവരുടെ വെപ്പണൊക്കെ പുറത്തെടുത്ത് ഒരു വലിയ ഫൈറ്റിന് വേണ്ടി നിൽക്കുന്നു. ഈ ഒരു സമയത്താണ് ഫ്രാങ്കി ഇത്രയും കാലം അവന്റെ കയ്യിൽ സേഫ് ഇട്ട് വെച്ചിരുന്ന പ്ലൂട്ടോന്റെ ആ ബ്ലൂ പ്രിന്റ് പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു ബ്ലൂ പ്രിന്റിന് വേണ്ടിയായിരുന്നു സ്പാൻഡം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഇപ്പൊ ഫ്രാങ്കി ഇതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഇതിനി ആർക്കും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫ്രാങ്കി ആ ബ്ലൂ പ്രിന്റ് സ്പാൻഡത്തിന്റെ മുമ്പിൽ വെച്ച് കത്തിച്ചു കളയുന്നു. ഇപ്പൊ ദേഷ്യം വരുന്ന സ്പാൻഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫ്രാങ്കിയെ താഴേക്ക് തള്ളിയിടുന്നു. അതുപോലെ ഫൈറ്റിന് വേണ്ടി നിൽക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരു വഴിയില്ല. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ആ പാലം അത് ഈ സമയത്ത് അവിടെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കാൻ വേണ്ടി കൊക്കറോ ആ പ്രോട്ടോടൈപ്പ് സീ ട്രെയിൻ എടുത്ത് ഒരു 1.5 സ്പീഡിൽ വരുന്നു. അങ്ങനെ കോർട്ട് ഹൗസിൽ നിന്ന് ജുഡീഷ്യറി ടവറിലേക്ക് ഈ ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഒന്നും നോക്കാതെ ട്രെയിനിന്റെ പുറത്തേക്ക് എടുത്ത് ചാടി. അതുപോലെ സ്ട്രോ ഹാറ്റ്സ് ഫ്രാങ്കിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ശേഷം എല്ലാവരും ജുഡീഷ്യറി ടവറിലേക്ക് എത്തി. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന ഫൈറ്റ് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സും അവരുടെ കൂടെ ഫ്രാങ്കിയും ജുഡീഷ്യറി ടവറിലേക്ക് എത്തി. ഇപ്പൊ അവരുടെ അടുത്തേക്ക് CP9 ഫുക്രു എന്ന് പറയുന്ന മെമ്പർ വന്നിട്ട് ഞങ്ങൾ CP9 എല്ലാ മെമ്പേഴ്സിന്റെ കയ്യിലും ഓരോരോ ചാവിയുണ്ട്, അതിൽ ഏതോ ഒരു ചാവി കൊണ്ട് മാത്രമാണ് റോബിന്റെ കയ്യിലുള്ള വിലം കഴിക്കാൻ സാധിക്കൂ, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ചാവി എടുത്തോ. ഇപ്പൊ CP9 മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഓരോരോ ചാവിയുണ്ട്, അതിൽ ഏതോ ഒരു ചാവി കൊണ്ട് മാത്രമേ സ്ട്രോ ഹാറ്റ്സിനെ റോബിനെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സ് CP9 മെമ്പേഴ്സിനെ എല്ലാം അടിച്ച് അവരെ തോൽപ്പിച്ച് അവരുടെ കയ്യിലുള്ള ചാവി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇപ്പോ സ്പാൻഡം റോബിനെ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന വലിയ ഗേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു ഗേറ്റ് ആണ് ഇംബിൾ ഡൗണിലേക്കുള്ള എൻട്രൻസ്. സോ സ്പാൻഡം ഇപ്പോൾ അവളെ ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ കൂടെ തന്നെ റോബ് ലുച്ചിയും പോകുന്നുണ്ട്. അങ്ങനെ 3 പേരും അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോകുന്നു. ഇവിടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അവരുടെ ഫൈറ്റ് ആരംഭിച്ചു. അതിൽ ആരൊക്കെ ആരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രാങ്കി ഫുക്രു എന്ന് പറയുന്നവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അതുപോലെ സാഞ്ചി ഖലീഫയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ സോറോ കാക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. സ്നൈപ്പർ കിങ് ജബ്ര എന്ന് പറയുന്നവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. നാമി ആവട്ടെ കൂമഡോറി എന്ന് പറയുന്നവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ അവൾക്ക് കൂമഡോറിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അവൻ അവളെ കൊല്ലുമെന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചോപ്പർ വന്ന് അവളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ ഒരു സമയത്താണ് ഖലീഫയും സാഞ്ചിയും തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നില്ല, കാരണം സാഞ്ചി ലേഡീസിനെ തല്ലാറില്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലാതെ സാഞ്ചി അവരെ വേറൊന്നും ചെയ്യില്ല. ഇപ്പൊ സാഞ്ചിയുടെ ഈ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിയ ഖലീഫ അവളുടെ ഒരു ഡെവിൾ ഫ്രൂട്ട് പവർ ഉണ്ട്, സോപ്പിന്റെ ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് അവളുടെ എതിരാളികളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവർക്ക് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ സ്മൂത്ത് ആയിട്ട് മാറും. സോ ഇപ്പൊ നമ്മുടെ സാഞ്ചിയെ അവളുടെ ഈ ഒരു പവർ യൂസ് ചെയ്ത് അവൾ അറ്റാക്ക് ചെയ്തു. അങ്ങനെ സ്മൂത്ത് ആയിട്ട് മാറിയ സാഞ്ചിയെ അവൾ അടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. അടി കിട്ടി താഴേക്ക് വീഴുന്ന സാഞ്ചിയെ നമ്മുടെ നാമിയും ചോപ്പറും കാണുന്നു. ഇപ്പൊ സാഞ്ചിയെ പഴയ രൂപത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന് അറിയാത്തതുകൊണ്ട് നാമി ഖലീഫയുടെ കൂടെ പോയി ഫൈറ്റ് ചെയ്യുന്നു. അതുപോലെ ചോപ്പർ കൂമഡോരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോ സോറോയും ഊസോപ്പ് ഉള്ളത് ഒരു സ്ഥലത്താണ്. അതായത് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് സോറോ കാക്കുവിന്റെ കൂടെ, അതുപോലെ ഊസോപ്പ് ജാബ്രയുടെ കൂടെ. സോ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്നാണ്. നമ്മുടെ സോറോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന കാക്കുവിന് ഒരു ഡെവിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. അതായത് അവനൊരു ജിറാഫായിട്ട് മാറി അവന്റെ നീണ്ട കഴുത്തുകൊണ്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ആ കഴുത്ത് യൂസ് ചെയ്ത് ഒരു ബിൽഡിംഗ് വരെ അവൻ മുറിച്ച് കളയുന്നുണ്ട്. അതുപോലെ ജാബ്രയ്ക്കും ഒരു ഹ്യൂമൻ വോൾഫ് ഹൈബ്രിഡ് വേർഷനിലേക്ക് മാറാൻ സാധിക്കും. സോ ഇപ്പൊ രണ്ട് ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോറോയുടെ യൂസോപ്പിന്റെയും കൈ ഒരു സീപ്രസൻ സ്റ്റോണിന്റെ വിലങ്ങിൽ കുടുങ്ങിപ്പോയി. സീപ്രസൻ സ്റ്റോൺ അവർക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും രണ്ടുപേരുടെയും കൈ അതിൽ പെട്ടുപോയതുകൊണ്ട് അവർക്ക് മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കറിയാലോ സോറോയ്ക്ക് അവന്റെ 3 sword സ്റ്റൈൽ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൈ കുടുങ്ങി കിടന്നിട്ട് കാര്യമില്ല. എന്നാലും രണ്ടുപേർക്ക് ഒരു വഴിയില്ലാത്തതുകൊണ്ട് അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജാബ്രയുടെയും കാക്കുവിന്റെയും കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഫ്രാങ്കി CP9 ഫുക്രുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഫ്രാങ്കി ആദ്യം കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവസാനം ഫ്രാങ്കി അവന്റെ മുഴുവൻ പവറും യൂസ് ചെയ്ത് ഒരേ പഞ്ചിൽ ഫുക്രുവിനെ തോൽപ്പിച്ച് താഴെ ഇട്ടു. സോ ഇപ്പൊ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ എവിടെയും പോയിട്ടില്ല. റോബിനെ കൊണ്ടുപോയ സീക്രട്ട് പാസേജ് അന്വേഷിച്ച് അവസാനം നമ്മുടെ ലൂഫി എത്തിയത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ലൂഫിയെ രക്ഷിക്കുന്നത് കൊക്കറോയുടെ പേരക്കുട്ടി ചിമ്മിണിയാണ്. അതുപോലെ അവളുടെ പെറ്റ് ഗോൻബയും. ശേഷം ഇവർ 3 പേരും ആ സീക്രട്ട് പാസേജ് കണ്ടുപിടിച്ചു. അങ്ങനെ അതിന്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്താണ് അവർക്ക് മുമ്പിൽ തടസ്സമായിട്ട് ഒരു വലിയ ഡോർ ഉള്ളത്. ഇപ്പൊ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഡോർ തുറക്കണം. ഡോർ തുറക്കാനാണെങ്കിലോ അവരുടെ കയ്യിൽ ചാവിയില്ല. അപ്പൊ നമ്മുടെ ലൂഫി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവന്റെ ഗിയർ 3 ആക്ടിവേറ്റ് ചെയ്ത് ആ വാതിൽ അടിച്ച് തകർക്കുന്നു. സോ ലൂഫിക്ക് ഗിയർ 3യുടെ പവറും ഉണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ആ പവർ എന്താണെന്ന് കാണിക്കുന്നില്ല. പക്ഷേ ലൂഫി ഗിയർ 3 യൂസ് ചെയ്തതുകൊണ്ട് അവനൊരു ചെറിയ ചോട്ടയായിട്ട് മാറി. ഗിയർ 2നുള്ള പ്രശ്നം അവന്റെ പവർ കുറയുന്നതാണെങ്കിൽ ഗിയർ 3 യൂസ് ചെയ്യുമ്പോൾ അവനൊരു ചെറിയ ചോട്ടയായിട്ട് മാറും. ഇങ്ങനെ ചോട്ടയായിട്ട് മാറുന്നത് കുറച്ച് സമയത്തേക്കാണെങ്കിലും പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ ലൂഫി നോർമൽ ആവും. ഇപ്പോ ലൂഫി അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ വരുന്ന കാര്യം സ്പാൻഡത്തിന് മനസ്സിലായി. അതായത് സ്പാൻഡത്തിനെ ആരോ ഫോളോ ചെയ്ത് വരുന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് സ്പാൻഡം റോബ് ലുച്ചിയെ അവിടെ നിർത്തി റോബിനെയും കൊണ്ട് ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോകുന്നു. ഈ ഒരു പോകുന്ന സമയത്ത് സ്പാൻഡം അവന്റെ കയ്യിലുള്ള നോർമൽ ട്രാൻസ്പോണ്ടർ സ്നെയില് പുറത്തേക്ക് എടുത്ത് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ എടുത്തത് അവന്റെ നോർമൽ ട്രാൻസ്പോണ്ടർ സ്നെയിൽ അല്ല, പകരം ബസ്റ്റർ കോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ സ്നെയിലാണ്. ഇത് കാണുന്ന സ്പാൻഡത്തിനാണെങ്കിൽ
ഫ്രാങ്കി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പൊ മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ബസ്റ്റർ കോൾ ആക്ടിവേറ്റ് ചെയ്തതിന്റെ സിഗ്നൽ കിട്ടി. അങ്ങനെ അവിടെയുള്ള എല്ലാവരും വലിയ വലിയ ബാറ്റിൽ ഷിപ്സ് ഒക്കെ എടുത്ത് എനിസ് ലോബിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് വരുന്നു. ഇവിടെ കോമഡോറിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ചോപ്പറിന് അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചോപ്പർ ഒരു റംബിൾ ബോൾ എടുത്തു തന്നു. ഈ റംബിൾ ബോൾ ചോപ്പർ ഇതിനു മുമ്പ് ഡ്രം ഐലൻഡിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സോ ഇപ്പൊ റംബിൾ ബോൾ എന്താണെന്ന് ഞാൻ പറയാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ നമുക്ക് കടുത്ത പനി വന്നാൽ നമ്മൾ വീട്ടിലിരുന്ന് ആവി പിടിച്ചിട്ട് കാര്യമില്ല. പകരം എന്ത് ചെയ്യണം? നല്ല മരുന്ന് കഴിക്കണം. അങ്ങനെ മരുന്ന് കഴിക്കാതെ പനി മാറുന്നവരുണ്ട്. അതിന് കാരണം അവരുടെ പവർ കൊണ്ടാണ്. സോ ഇതുപോലെ നമ്മുടെ ചോപ്പറിന് അവന്റെ ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പവർ ഇല്ല. അതായത് അവന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അവൻ ഇപ്പൊ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവന്റെ ഫുൾ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഈ ഒരു റംബിൾ ബോൾ തിന്നുന്നത്. ആക്ച്വലി റംബിൾ ബോൾ ഒരു ഡ്രഗ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ചോപ്പർ അവന്റെ പവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അത് ഒരുപാട് സമയമൊന്നുമില്ല, കുറച്ച് സമയത്തേക്ക് മാത്രം. അപ്പൊ കുറെ സമയത്തേക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് റംബിൾ ബോൾ തിന്നാ പോരെ നമ്മൾ ചോദിക്കും. എന്നാൽ അവിടെയാണ് പ്രശ്നം. 2ൽ കൂടുതൽ റംബിൾ ബോൾ, അതായത് ഒന്നാമത്തെ റംബിൾ ബോൾ തിന്നു, രണ്ടാമത്തെ റംബിൾ ബോൾ തിന്നു, അപ്പോഴും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ മൂന്നാമത്തെ റംബിൾ ബോൾ തിന്നാൽ ചോപ്പറിന് അവന്റെ കൺട്രോൾ പോകും. അതായത് ഒരു വലിയ ബീസ്റ്റ് ആയിട്ട് മാറി അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. സോ ഇതാണ് ഒരുപാട് റംബിൾ ബോൾ തിന്നുന്നതിന്റെ പ്രശ്നം. ഇപ്പൊ കോമഡോരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ചോപ്പർ അവന്റെ ആദ്യത്തെ റംബിൾ ബോൾ തിന്നു. അതിനുശേഷം ഒരു വഴിയില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ റംബിൾ ബോൾ തിന്നു. എന്നിട്ട് അവന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് കൊണ്ട് കോമഡോരിയെ അവൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ടും ചോപ്പറിന് കോമഡോരിയെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. കോമഡോരി ചോപ്പറിനെ അടിച്ച് തോൽക്കാൻ ഒരു അവസ്ഥയിലെത്തി. അപ്പോഴാണ് ചോപ്പറിന് അവൻ പണ്ട് 3 റംബിൾ ബോൾ തിന്ന കാര്യം ഓർമ്മ വരുന്നത്. പണ്ട് ഡോക്ടർ കുറേഹയുടെ കൂടെ നിന്ന സമയത്ത് ചോപ്പർ അറിയാതെ 3 റംബിൾ ബോൾ തിന്നു. അങ്ങനെ ചോപ്പറിന് അവന്റെ കൺട്രോൾ വിട്ടുപോയി. അതിനുശേഷം ബോധം വന്ന ചോപ്പർ കണ്ടത് അവൻ കൺട്രോൾ ഇല്ലാതെ നശിപ്പിച്ച ആ വില്ലേജ് ആണ്. അന്ന് ചോപ്പർ കുറേഹയ്ക്ക് ഇനി 3 റംബിൾ ബോൾ തിന്നില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിന്നാലുണ്ടാവുന്ന പ്രശ്നം ചോപ്പറിന് തന്നെയാണ്, അല്ലെങ്കിൽ അവന് ചുറ്റുമുള്ള ആൾക്കാർക്കാണ്. ഇപ്പൊ കോമഡോരിയുടെ അടുത്ത് തോൽക്കാനാവുന്ന ചോപ്പറിന് യാതൊരു വഴിയില്ലാത്തതുകൊണ്ട് അവൻ അവസാനം ആ 3ാമത്തെ റംബിൾ ബോൾ എടുത്ത് തിന്നുന്നു. തുടർന്ന് ചോപ്പർ ഒരു വലിയ മോൺസ്റ്റർ ആയിട്ട് മാറി. ഇനി ചോപ്പറിന് കോമഡോരിയെ തോൽപ്പിക്കാൻ അധികം പണിയൊന്നുമില്ല. ചോപ്പർ കൺട്രോൾ ഇല്ലാതെ കോമഡോരിയെ അടിച്ച് അച്ചാറാക്കി ദൂരേക്ക് വലിച്ചെറിയുന്നു. ഈ സമയത്ത് ഖലീഫയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന നാമിക്ക് അവളുടെ പവറിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഖലീഫ അവളുടെ പവർ യൂസ് ചെയ്ത് നാമിയുടെ ദേഹത്ത് ബബിൾ കോട്ട് ചെയ്തു. ഇപ്പോഴാണ് ആ ബിൽഡിംഗ് പൊളിച്ച് അവിടേക്ക് ചോപ്പർ വരുന്നത്. കൺട്രോൾ ഇല്ലാതെ ചോപ്പർ അവിടെ അടിച്ച് തകർക്കാൻ തുടങ്ങി. അങ്ങനെ ചോപ്പർ അവന്റെ കയ്യിൽ കിട്ടുന്ന ഒരു ബാസ്റ്റബ് എടുത്ത് താഴേക്ക് വലിച്ചെറിയുന്നു. അത് നേരെ പോയി വീണത് സാഞ്ചിയുടെ ദേഹത്തേക്കാണ്. അപ്പൊ നാമിയുടെ കാലിലേക്കും കുറച്ച് വെള്ളം ആവുന്നുണ്ട്. അപ്പൊ നാമിയുടെ കാല് പഴയതുപോലെയായി. അതായത് ഖലീഫയുടെ പവർ കൊണ്ട് ബോഡി ബബിളായിട്ട് മാറിയ നാമിക്ക് അവളുടെ കാലിൽ കുറച്ച് വെള്ളമായപ്പോ കാല് പഴയ രൂപത്തിലേക്ക് മാറി. സോ നാമിക്ക് ഇപ്പൊ മനസ്സിലായി ഖലീഫയുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ വീക്ക്നെസ് വെള്ളമാണെന്ന്. ഇപ്പൊ സാഞ്ചിയുടെ ദേഹത്തും വെള്ളമാവുന്നുണ്ട്. അതുകൊണ്ട് സാഞ്ചിയും പഴയ രൂപത്തിലേക്ക് മാറി. അതുപോലെ ഖലീഫയുടെ വീക്ക്നെസ് മനസ്സിലാക്കിയ നാമി അവൾ തന്റെ എല്ലാ പവേഴ്സും യൂസ് ചെയ്ത് ഖലീഫയെ തോൽപ്പിക്കുന്നു. നാമിയുടെ പവർ എന്ന് പറഞ്ഞാൽ അവൾക്ക് യൂസപ്പ് കൊടുത്ത ഒരുപാട് വെപ്പൺസ് ഉണ്ട്. സോ അതും നാമിയുടെ ഒരുപാട് കഴിവും യൂസ് ചെയ്ത് അവസാനം അവൾ ഖലീഫയെ തോൽപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ചോപ്പർ ആവട്ടെ കൺട്രോൾ ഇല്ലാതെ എല്ലാ ചുമരും അടിച്ച് പൊളിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വരെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫ്രാങ്കി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചോപ്പറിനെ നടക്കി നിർത്താൻ വേണ്ടി അവനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇടാൻ തീരുമാനിക്കുന്നു. അതായത് ചോപ്പർ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണ്. സോ വെള്ളത്തിലേക്ക് വീണാൽ ചോപ്പർ പഴയ രൂപത്തിലേക്ക് മാറും. അതുകൊണ്ട് ഫ്രാങ്കി ചോപ്പറിനെ തള്ളി വെള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് ചോപ്പർ പഴയ രൂപത്തിലേക്ക് മാറിയതിനു ശേഷം ഫ്രാങ്കി അവനെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇപ്പൊ ഊസോപ്പിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജബ്ര ഊസോപ്പിനെ കള്ളത്തരം കാണിച്ച് അറ്റാക്ക് ചെയ്ത് താഴെ ഇടുന്നു. എന്നാൽ പെട്ടെന്ന് ഒരാൾ വന്ന് ജബ്രയെ ചവിട്ടി തെറിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല നമ്മുടെ സാഞ്ചിയാണ്. നേരത്തെ വെള്ളം ശരീരത്തിൽ വീണ് ശരിയായ സാഞ്ചി ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ജാബ്രയുടെ കൂടെയാണ്. അങ്ങനെ ഇവരുടെ ഫൈറ്റിന്റെ അവസാനം സാഞ്ചി അവന്റെ ഒരു പുതിയ ടെക്നിക് ഡിയാംബ്ലെ ജാംബെ എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. ഈ ഒരു ടെക്നിക് എന്താണെന്ന് വെച്ചാൽ സാഞ്ചിക്ക് അവന്റെ കാല് ഹീറ്റ് ചെയ്ത് എതിരാളികളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പൊ സാഞ്ചി അവന്റെ പുതിയ ടെക്നിക്ക് യൂസ് ചെയ്ത് ജാബ്രയെ ചവിട്ടി തോൽപ്പിക്കുന്നു. നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. സാഞ്ചി ഒരിക്കലും കൈകൊണ്ട് ഫൈറ്റ് ചെയ്യാറില്ല. കാരണം ഒരു കുക്കിന് ഏറ്റവും വിലപ്പെട്ടത് അവന്റെ കൈയാണ്. അതുകൊണ്ടാണ് സാഞ്ചി അവന്റെ കാലുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കാക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോറോ അവസാനം അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ സ്റ്റൈൽ യൂസ് ചെയ്യുന്നു. ആ ഒരു സ്റ്റൈലിന്റെ പേരാണ് 9 സോഡ് സ്റ്റൈൽ അസുര. ഉള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക്. സോ ഈ ഒരു അറ്റാക്ക് യൂസ് ചെയ്ത് സോറോ കാക്കുവിനെ വെട്ടി തോൽപ്പിച്ചു. സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാ CP9 മെമ്പേഴ്സിനെയും തോൽപ്പിച്ചു. അങ്ങനെ ഇപ്പൊ അവർക്ക് എല്ലാ ചാവിയും കിട്ടി. അതുകൊണ്ട് ഫ്രാങ്കി ആ ചാവിയെല്ലാം എടുത്ത് റോബിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ ലൂഫിയും അതുപോലെ CP9ലെ റോബ് ലുച്ചിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. റോബ് ലുച്ചി ഹൈബ്രിഡ് വേർഷനിലേക്ക് മാറിയിട്ടാണ് ലൂഫിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ലൂഫി ആവട്ടെ അവന്റെ ഗിയർ 2 യൂസ് ചെയ്ത് റോബ് ലുച്ചിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ റോബിന്റെ അടുത്തേക്ക് എത്തിയ ഫ്രാങ്കി പാൻഡത്തിനെയും മറൈൻസിനെയൊക്കെ മറികടന്ന് അവന്റെ കയ്യിലുള്ള ചാവി ഉപയോഗിച്ച് റോബിന്റെ കയ്യിലെ സീപ്രസും കഫ് അടിച്ചു മാറ്റി. ശേഷം റോബിൻ അവിടെ ഉണ്ടായിരുന്ന സ്പാൻഡത്തിനെ അടിച്ച് അച്ചാറാക്കി. എന്നിട്ട് ഫ്രാങ്കിയും റോബിൻ അവിടെ നിന്ന് പോകുന്നു. ഇവരെവിടേക്കാണ് ഇപ്പൊ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫൈറ്റിന് ശേഷം റോബിനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് പുറത്തൊരു കപ്പൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു കപ്പലിലേക്കാണ് നമ്മുടെ റോബിൻ പോകുന്നത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് സോറോ, സാഞ്ചി, ഊസോപ്പ്, നാമി, ചോപ്പർ അതുപോലെ അവരുടെ കൂടെയുള്ള കൊക്കോറോ, അവരുടെ പേരക്കുട്ടി, ആ പേരക്കുട്ടിയുടെ പെറ്റ് ഗോൻബെ, ഇവർക്ക് എല്ലാവർക്കും എത്തേണ്ടത് ഈ പുറത്തുള്ള ഈ ഷിപ്പിലേക്കാണ്. സോ അതിനുവേണ്ടി ഇവരെല്ലാവരും ആ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ പുറത്തേക്ക് ഓടി വരുന്നു. ഇനി ഇവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാനില്ല. നേരെ കപ്പലിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടുക. എന്നാൽ
ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ബസ്റ്റർ കോൾ കാരണം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്രയും ബാറ്റിൽ ഷിപ്പുകളാണ്. ആ ഷിപ്പൊക്കെ ഏകദേശം എനിസ് ലോബിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് നേരെ വന്ന് ചോദ്യം പറച്ചിലൊന്നുമില്ല, എനിസ് ലോബി അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുക, ചാറ പറയുന്ന ഷൂട്ട് ചെയ്ത് എനിസ് ലോബി അടിയോടെ നശിപ്പിക്കുക. ഇത് മാത്രമല്ല ഇവർക്കുള്ള ഒരു പ്രശ്നം, വേറൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലൂഫിയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോബ് ലുച്ചി അവിടെയുള്ള ചുമര് അറ്റാക്ക് ചെയ്ത് തകർത്തു. അങ്ങനെ പുറത്തുള്ള വെള്ളം ഈ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിലേക്ക് നിറയാൻ തുടങ്ങി. അണ്ടർഗ്രൗണ്ട് പാസേജ് ആണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇപ്പൊ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. അവരെ രക്ഷിക്കാൻ ആരുമില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്നാണ് കൊക്കോറോ ഒരു മെർമെയ്ഡ് ആയിട്ട് മാറി അവരെ എല്ലാവരെയും കൊണ്ട് പുറത്തേക്ക് വരുന്നത്. സോ കൊക്കോറോ ഒരു ഹ്യൂമൻ അല്ല, ഒരു ഫിഷ്മാൻ ആണ്. ടോം എന്ന് പറയുന്നത് ഒരു ഫിഷ്മാൻ ആണ്. സോ ടോമിന്റെ ഭാര്യ കൊക്കോറോയും ഒരു ഫിഷ്മാൻ ആണ്. അതുകൊണ്ട് ഇപ്പൊ മെർമെയ്ഡ് ആയിട്ട് മാറിയ കൊക്കോറോ സ്ട്രോ ഹാറ്റ്സിനെ എല്ലാവരെയും എടുത്ത് പുറത്തുള്ള കപ്പലിലേക്ക് എത്തി. ഇനി അവരെല്ലാവരും കാത്തിരിക്കുന്നത് ആകെ ഒറ്റൊരാൾക്ക് വേണ്ടി മാത്രമാണ്. അത് നമ്മുടെ ക്യാപ്റ്റൻ ലൂഫിയാണ്. സോ റോബ് ലുച്ചിയുടെ കൂടെ ഗിയർ 2 യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ലൂഫി അവസാനം അവന്റെ ഗിയർ 3 യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നു. സോ ഇപ്പോഴാണ് ഗിയർ 3യുടെ പവർ എന്താണെന്ന് കാണിക്കുന്നത്. ഗിയർ 3 യൂസ് ചെയ്ത് ലൂഫിക്ക് അവന്റെ ബോഡിയിലെ ഏത് ഭാഗം വേണമെങ്കിലും എത്ര വേണമെങ്കിലും വലുതാക്കാൻ സാധിക്കും. അങ്ങനെ വലുതാക്കുന്ന പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ലൂഫി അറ്റാക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന ഗിയർ 3യുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കുറച്ച് സമയത്തെ യൂസിന് ശേഷം ലൂഫി തളർന്ന് ഒരു ചോട്ടാ ലൂഫി ആയിട്ട് മാറും. ഇപ്പൊ ഈ ഒരു ഗിയർ 3 ഗിയർ 2 എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൂഫി ലുച്ചിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പുറത്തുള്ള സ്ട്രോ ഹാറ്റ്സ് ലൂഫി വരുന്നത് വരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടേക്ക് വരുന്ന ബാറ്റിൽ ഷിപ്സിലെ ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അവർക്കും വേറെ മാർഗ്ഗമില്ല, ഫൈറ്റ് ചെയ്തേ പറ്റും. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മുടെ സോറോയുടെ ഒരു വാൾ ഒരു തന്നെ ഇല്ലാതാക്കി. അതായത് അവനൊരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. അവൻ എന്ത് പിടിച്ചാലും അത് തുരുമ്പായിട്ട് മാറി ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ സോറോയുടെ ഒരു വാൾ നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മുടെ സ്നൈപ്പർ കിങ് അവനെ ഈസി ആയിട്ട് തോൽപ്പിച്ചു. ഇപ്പൊ ലുച്ചിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ലൂഫി അവൻ എല്ലാ പവറും യൂസ് ചെയ്തുകൊണ്ട് ക്ഷീണിച്ച് താഴെ വീണു. എന്നാലും പ്രശ്നമില്ല, അവന്റെ ഫ്രണ്ട്സിന് വേണ്ടി അവൻ ഒരു പ്രാവശ്യം കൂടെ എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ് വന്ന ലൂഫി റോബ് ലുച്ചിയെ അടിച്ചടിച്ചടിച്ച് തൂഫാനാക്കി. അങ്ങനെ ആ ഒരു ബാറ്റിൽ അവസാനം ഈസ് ഓവർ. ഇപ്പൊ നമ്മുടെ ലൂഫി ഒരുപാട് പവർ യൂസ് ചെയ്തതുകൊണ്ട് ഒരു അടി പോലും അനങ്ങാൻ കഴിയാതെ ക്ഷീണിച്ച് താഴെ വീണു. അതുപോലെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് മുമ്പ് റോബിനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ വെച്ചിരുന്ന കപ്പലില്ലേ, ആ കപ്പല് ഇപ്പൊ മറൈനിലെ ബാറ്റിൽ ഷിപ്സ് വന്ന് തകർത്ത് കളഞ്ഞു. ഇനി നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് രക്ഷപ്പെട്ടു പോകാൻ യാതൊരു മാർഗ്ഗവുമില്ല. ആകെ മൊത്തം പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സ്നൈപ്പർ കിങ്ങിന് ഒരു വോയിസ് കേൾക്കുന്നു. ആ വോയിസ് കേട്ട സ്നൈപ്പർ കിങ്ങിനാവട്ടെ എന്തോ മനസ്സിലായി. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ എല്ലാ സ്ട്രോ ഹാറ്റ്സിനോടും വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞു. അങ്ങനെ മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാ സ്ട്രോ ഹാറ്റ്സും കടലിലേക്ക് എടുത്ത് ചാടി. ഈ കൂട്ടത്തിൽ നമ്മുടെ ലൂഫിക്ക് മാത്രം അനങ്ങാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ റോബിൻ അവളുടെ പവർ യൂസ് ചെയ്ത് ലൂഫിയെ എടുത്ത് കടലിലേക്ക് ഇടുന്നു. അങ്ങനെ കടലിലേക്ക് വീഴുന്ന സ്ട്രോ ഹാറ്റ്സിനെയും കാത്ത് താഴെ ഗോയിങ് മേരി നിൽക്കുന്നു. മുമ്പ് ഫ്രാങ്കിയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് കാക്കു കടലിലേക്ക് ഒഴുക്കി വിട്ട നമ്മുടെ ഗോയിങ് മേരി ഇപ്പൊ ഇവിടേക്ക് എത്തി. ഒരു കപ്പല് കടലിലൂടെ വരുന്നത് അത്ര ചെറിയ കാര്യമല്ല. കാരണം ഒരുപാട് പേരുടെ കഷ്ടപ്പാട്, അവരുടെ പ്രയത്നം, ഇതൊക്കെ കൊണ്ടാണ് ഒരു കപ്പൽ മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ കുറച്ചു പേരുടെ അധ്വാനം വേണം ഒരു കപ്പൽ മുമ്പോട്ട് പോകാൻ. ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഗോയിങ് മേരി സ്ട്രോ ഹാറ്റ്സിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. അങ്ങനെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഗോയിങ് മേരിയിൽ കയറി. ഇനി ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടു പോവാന്ന് പറയുന്നത് എളുപ്പമല്ല. അവിടെയുള്ള ബാറ്റിൽ ഷിപ്സ് ഇവരെ വെറുതെ വിടാൻ സമ്മതിക്കില്ല. അതെല്ലാം ചേർന്ന് സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സോറോയും സാഞ്ചിയും ചേർന്ന് ലൂഫിയെ വലിച്ചു പിടിച്ചു. അങ്ങനെ വരുന്ന കാനൺ ബോൾസ് എല്ലാം ലൂഫിയുടെ ദേഹത്ത് കെട്ടി തെറിച്ചുപോയി. ഇനിയും ഒരുപാട് നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായ ഫ്രാങ്കി അവന്റെ സൈബോർഗ് ബോഡിയിൽ നിന്ന് വരുന്ന ഒരു പവർ യൂസ് ചെയ്ത്, അതായത് ഷിപ്പിന് ഒരു ഫോഴ്സ് കൊടുത്ത് അവൻ ഗോയിങ് മേരി അവിടെ നിന്ന് പറത്തി അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതുപോലെ സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കാൻ വന്ന ഫ്രാങ്കി ഫാമിലിയിലെ ആൾക്കാർ, അതുപോലെ ഗാലയിലെ വർക്കേഴ്സ്, ഇവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഇവര് വന്ന സീ ട്രെയിൻ എന്തായാലും നശിച്ചുപോയി. അതുകൊണ്ട് അവരെല്ലാവരും ഒറിജിനൽ സീ ട്രെയിനിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതുപോലെ സ്ട്രോ ഹാറ്റ്സിനെ കൊല്ലാൻ വന്ന വാർഷിപ്സ് എനിസ് ലോബി ആകെ തകർത്തില്ലാതാക്കി. ഇപ്പൊ കടലിലൂടെ രക്ഷപ്പെട്ടു വരുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഐസ്ബർഗിനെ കാണുന്നു. അതായത് ഐസ്ബർഗ് അവന്റെ ആൾക്കാരെയൊക്കെ കൂട്ടി ഒരു വലിയ ഷിപ്പിൽ സ്ട്രോ ഹാറ്റ്സിനെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഐസ്ബർഗിനെ അവർ കണ്ടുമുട്ടിയത്. അതുപോലെ ഈ സമയത്ത് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പൽ ഗോയിങ് മേരി രണ്ടായിട്ട് പിളർന്നു. ഗോയിങ് മേരി കുറച്ചു നേരം കൂടെ പിടിച്ചു നിന്നെങ്കിലും ഇനി ഗോയിങ് മേരിക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഗോയിങ് മേരി രണ്ടായിട്ട് പൊട്ടി പിളർന്നു. അപ്പൊ ലൂഫി ഐസ്ബർഗിനോട് എങ്ങനെയെങ്കിലും ഗോയിങ് മേരി ഒന്ന് ശരിയാക്കി തരണം, ഗോയിങ് മേരിയെ നിങ്ങൾക്ക് മാത്രമേ ശരിയാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ ലൂഫി കരഞ്ഞു പറയുമ്പോൾ ഐസ്ബർഗ് ആവട്ടെ ഇല്ല, ഇനി ഒരിക്കലും ഈ കപ്പൽ ശരിയാവാൻ പോകുന്നില്ല. ഈ കപ്പൽ ഇത്രയും ദൂരം വന്നതുവരെ വലിയ കാര്യം എന്ന് പറഞ്ഞ ഐസ്ബർഗ് സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നതിന്റെ കൂടെ അവസാനമായിട്ടൊന്ന് സെയിൽ ചെയ്യാൻ ഗോയിങ് മേരിയെ റിപ്പയർ ചെയ്ത് വിട്ടത് ഈ ഐസ്ബർഗ് ആണ്. അതായത് കാക്കു ഗോയിങ് മേരിയെ ഒഴുക്കി വിട്ടതിന് ശേഷം വാട്ടർ 7ന്റെ തീരത്ത് ഗോയിങ് മേരി വന്ന് അടിഞ്ഞു. അവിടെ വെച്ച് ഗോയിങ് മേരിയെ കണ്ടത് ഐസ്ബർഗ് ആണ്. ഐസ്ബർഗ് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഇതിനെ കൊണ്ട് യാതൊരു ഉപകാരമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ഗോയിങ് മേരി ഐസ്ബർഗിനോട് സംസാരിച്ചു. എന്നെ അവസാനമായിട്ട് ഒന്ന് ശരിയാക്കണം, എനിക്ക് എന്റെ ക്രൂവിനെ അവസാനമായിട്ടൊന്ന് സഹായിക്കണം, അവരുടെ കൂടെ അവസാനമായിട്ടൊന്ന് എനിക്ക് സെയിൽ ചെയ്യണം. ഇത് കേട്ടതിന് ശേഷമാണ് ഐസ്ബർഗ് ഗോയിങ് മേരിയെ അവസാനമായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ഒന്ന് ശരിയാക്കി വിടുന്നത്. അങ്ങനെ ഐസ്ബർഗ് ഗോയിങ് മേരിയെ ശരിയാക്കിയതിന് ശേഷം കടലിലെ തിര വന്ന് ഗോയിങ് മേരിയെ സാവധാനം എടുത്തുകൊണ്ട് പോയി. അങ്ങനെ പോകുന്ന ഗോയിങ് മേരിയാണ് സ്ട്രോ ഹാറ്റ്സിനെ അവസാനമായിട്ട് സഹായിക്കാൻ എത്തിയത്. ഇപ്പൊ ഈ ഒരു കാര്യം ഐസ്ബർഗ് സ്ട്രോ ഹാറ്റ്സിനോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഗോയിങ് മേരിയുടെ സ്പിരിറ്റ് അവരെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അതുപോലെ ഇനി ഒരിക്കലും ഗോയിങ് മേരി ഇല്ല എന്ന്. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സിന് ചെയ്യാൻ പോകുന്നത് ഗോയിങ് മേരിയെ ശരിയായ രീതിയിൽ അവർ പറഞ്ഞയക്കാൻ പോവുകയാണ്. അങ്ങനെ ലൂഫി അവിടെ വെച്ച് തന്നെ ഗോയിങ് മേരിയെ കത്തിച്ചു. അപ്പോൾ അവിടെയുള്ള സ്ട്രോ ഹാറ്റ്സിന് എല്ലാവർക്കും ആദ്യമായിട്ട് ഗോയിങ് മേരിയെ കിട്ടിയതും ഇത്രയും കാലം അവരുടെ കൂടെ ഗോയിങ് മേരി ഉണ്ടായിരുന്നതും അവർ ഗോയിങ് മേരി
മേരിയുടെ കൂടെ ചെലവഴിച്ച സമയവും എല്ലാ കാര്യവും ഓർത്തെടുത്ത് പൊട്ടിക്കരയുന്നു. ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഗോയിങ് മേരി സംസാരിക്കുന്നു. ഗോയിങ് മേരി സംസാരിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്നോട് പൊറുക്കണം, ഒരുപാട് ദൂരം നിങ്ങളെയും കൊണ്ട് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ എനിക്ക് എപ്പോഴും ഉണ്ടാവണമെന്നുണ്ട്. പക്ഷേ എനിക്കത് കഴിയില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അത് കേട്ട് ലൂഫി, മേരി നിന്നോട് മാപ്പ് പറയേണ്ടത് ഞങ്ങളാണ്. എനിക്ക് നിന്നെ കൊണ്ട് നടക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ഞാൻ നിന്നെ കൊണ്ടുപോയി ഇടിച്ചു. സോറോയും സാഞ്ചിയും മണ്ടന്മാരാണ്. അവരും നിന്നെ ഒരുപാട് തകർത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിന്നെ നേരെയാക്കിക്കൊണ്ടിരുന്നത് ഊസോപ്പാണ്. അതുകൊണ്ട് ഞങ്ങളാണ് നിന്നോട് മാപ്പ് പറയേണ്ടത്. അതിന് ഗോയിങ് മേരി ആവട്ടെ. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കാലം നിങ്ങൾ എന്നെ നല്ലതുപോലെ കൊണ്ടു നടന്നതിന് ഞാൻ ശരിക്കും ഹാപ്പിയാണ്. കാരണം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഗോയിങ് മേരി മുഴുവനായിട്ടും കത്തി ഇല്ലാതായി. അതുപോലെ സ്ട്രോ ഹാറ്റ്സും സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്നു. ആഫ്റ്റർ ഓൾ ഇത് ജസ്റ്റ് ഒരു കാർട്ടൂൺ അല്ലേ? സങ്കടം വരുന്നവരെല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ മതി. ജസ്റ്റ് ഒരു കാർട്ടൂൺ. ഇതിനുശേഷം സ്ട്രോ ഹാറ്റ്സ് വാട്ടർ സോണിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പൊ ഫ്രാങ്കി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൻ സ്ട്രോ ഹാറ്റ്സിന്റെ എല്ലാ പൈസയും എടുത്തു. അവനത് എടുത്തത് അവർ നല്ല ആൾക്കാരല്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഫ്രാങ്കിക്ക് തെറ്റുപറ്റി. അതുകൊണ്ട് ഫ്രാങ്കി അവർക്കൊരു പുതിയ കപ്പൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആഡം വുഡ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മരം യൂസ് ചെയ്തിട്ടാണ് അവൻ അവർക്ക് വേണ്ടി ഈ ഒരു കപ്പൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് അവർക്ക് ഒരൊറ്റ പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി അവരുടെ പൈസ ഫ്രാങ്കി എടുത്തതല്ലേ. അതുകൊണ്ട് ഫ്രാങ്കി ആ പൈസ വെച്ച് സ്ട്രോ ഹാറ്റ്സിന് കപ്പൽ ഉണ്ടാക്കി കൊടുക്കും. ഇതിനുശേഷം വാട്ടർ സോണിലേക്ക് വേൾഡ് ഗവൺമെന്റിലെ വൈസ് അഡ്മിറൽ ഗാർപ്പ് അവിടേക്ക് വരുന്നു. അയാൾ വന്ന ഉടനെ ഓടി വന്ന് ലൂഫിയെ ഒരേ അടി. അയാൾ ഓടി വന്ന സ്പീഡ് പോലും ആർക്കും കാണാൻ പോലും പറ്റിയില്ല. വരുന്നു, ലൂഫിയെ ചാടി അടിക്കുന്നു. സ്ട്രോ ഹാറ്റ്സിനെ നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൂഫി ഈ വന്നിരിക്കുന്ന വൈസ് അഡ്മിറൽ ഗാർപ്പ് അവന്റെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് പറയുന്നു. വെയിറ്റ് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ലൂഫി ഒരു പൈററ്റ്, അവന്റെ മുത്തച്ഛൻ ഒരു വൈസ് അഡ്മിറലും. പ്രശ്നമൊന്നുമില്ല, നമ്മൾ കണ്ടത് ശരിയാണ്. ലൂഫി അവന്റെ ലക്ഷ്യം നോക്കി വന്ന സമയത്ത് അവന്റെ മുത്തച്ഛൻ ആരാണെന്നൊക്കെ അവൻ മറന്നു കളഞ്ഞു. അങ്ങനെയാണ് വേണ്ടത്. നമ്മളെല്ലാം മറന്ന ലക്ഷ്യത്തിന് വേണ്ടി പോരാടണം. അതുകൊണ്ടാണ് വന്ന വഴി ഗാർപ്പിന്റെ അടുത്ത് നിന്ന് ലൂഫിക്ക് തല വഴി ഒരു അടി കിട്ടിയത്. എന്നിട്ട് ഗാർപ്പ് ലൂഫിയെ തൂക്കിയെടുത്ത് ഇതിനെല്ലാം കാരണം ആ നാറി ഷാങ്ക്സ് ആണ്. ചെറുപ്പത്തിൽ എന്തൊക്കെയോ നിനക്ക് മണ്ടത്തരങ്ങൾ പറഞ്ഞു തന്ന് ഇപ്പൊ നിന്നെ ഒരു പൈററ്റാക്കി മാറ്റിയത് അവനാണ്. ആദ്യം അവനെ വേണം അടിക്കാൻ. അത് കേട്ട് ലൂഫി ഷാങ്ക്സിനെ പറ്റി ചോദിക്കുമ്പോൾ ഷാങ്ക്സ് 4 എംബററിലെ ഒരു എംബറർ ആണെന്ന് ഗാർപ്പ് ലൂഫിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ന്യൂ വേൾഡിലാണ് ഈ 4 എംബറർമാരുള്ളത്. ന്യൂ വേൾഡ് എന്ന് പറഞ്ഞാൽ വൺ പീസ് വേൾഡിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വൺ പീസ് വേൾഡിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് കണ്ട ആ റെഡ് ലൈനാണ്. ഇങ്ങനെ 2 സെപ്പറേറ്റ് ഭാഗത്തിൽ ഒരു ഭാഗത്താണ് നമ്മുടെ ലൂഫിയൊക്കെ ഉള്ളത്. ഇതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ന്യൂ വേൾഡ് എന്ന് പറയുന്നത്. അവിടെയുള്ളത് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള പൈററ്റ്സ് ആണ്. ആ പൈററ്റ്സിൽ ഒരാളാണ് നമ്മുടെ ഷാങ്ക്സ്. സോ 4 എംബറർമാരിൽ ഒരാളാണ് ഷാങ്ക്സ്. അതുപോലെ മറ്റൊരാളാണ് വൈറ്റ് ബിയർഡ്. ബാക്കി 2 പേര് ആരാണെന്ന് ഞാൻ വരുന്ന എപ്പിസോഡിൽ പറയാം. സോ ഈ 4 എംബറേഴ്സ്, അതുപോലെ മറൈൻ, അതിന്റെ കൂടെ വാർലോഡ്സ്, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ വൺ പീസ് വേൾഡിനെ ഒരു ബാലൻസ് നിലനിർത്തി കൊണ്ടുവരുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ള 2 പേര് ചേർന്ന് ഈ നഷ്ടപ്പെട്ട ഭാഗത്തേക്ക് ഒരാളെ ആഡ് ചെയ്യും. അങ്ങനെ വീണ്ടും ഒരു ബാലൻസ് കൊണ്ടുവരും. ഇതൊരു ത്രാസ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ ബാലൻസ് തെറ്റും. അതുകൊണ്ട് ബാലൻസ് നിലനിർത്താൻ വേണ്ടി അവർ ആ ഭാഗത്തേക്ക് മറ്റെന്തിനെങ്കിലും കൊണ്ടുവന്ന് ചേർക്കും. വൺ പീസ് വേൾഡിലെ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളൊന്നുമല്ല. ഈ 3 വലിയ പവർ, അതായത് മറൈൻ, എംബറേഴ്സ്, അതുപോലെ വാർലോഡ്സ്, ഇവരെല്ലാവരും ഒരു ബാലൻസിൽ ഉള്ളതുകൊണ്ടാണ് വൺ പീസ് വേൾഡിൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത്. അതായത് മറൈൻ എന്ന് പറയുന്ന ഫോഴ്സ് ഇല്ലാതായാൽ വൺ പീസ് വേൾഡിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ അത് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി മറൈൻ, ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള 2. സോ ഇവ 3 കൂടി ചേരുമ്പോഴാണ് വൺ പീസ് വേൾഡിന് ഒരു ബാലൻസ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൂഫിക്ക് ഗാർപ്പ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ലൂഫിക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇനി പതിയെ ലൂഫി മനസ്സിലാക്കി എടുക്കുന്നതിന് കൂടെ നമുക്ക് മനസ്സിലാക്കി പോവാം. ഗാർപ്പിന്റെ കൂടെ ഇവിടേക്ക് 2 പയ്യന്മാർ കൂടെ വന്നിട്ടുണ്ട്. ആ 2 പയ്യന്മാര് നമ്മുടെ ലൂഫിയെയും സോറോയും തല്ലുന്നു. ഗാർപ്പിനില്ലാത്ത പ്രശ്നമാണ് ഗാർപ്പിന്റെ കൂടെ വന്ന ഈ 2 പയ്യന്മാർക്ക്. അവര് വെറുതെ കയറി ലൂഫിയും സോറോയും തല്ലി. ഇതിന് ലൂഫിയും സോറോയും വെറുതെ ഇരിക്കോ, 2നെയും എടുത്തിട്ട് പൂശി. അപ്പോഴാണ് ലൂഫിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത പയ്യൻ, ഹേ ലൂഫി, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? എടാ, ഇത് ഞാനാടാ, കോബി. നിനക്കെന്നെ ഓർമ്മയില്ലേ? ഞാനാണ് കോബി. സോ ഇത് ഏത് കോബിയാണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ട കോബി. വൺ പീസിലെ ഫസ്റ്റ് എപ്പിസോഡിലെ ആൽവിഡയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ, എന്നിട്ട് ലൂഫിയുടെ കൂടെ വന്ന് സഹായിക്കുന്ന ആ പയ്യൻ. അതുപോലെ മറ്റേ പയ്യൻ ആരാണെന്ന് അറിയണ്ടേ? സോറോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന പയ്യൻ, അവനാണ് ഹെൽമിപ്പോ. പണ്ട് സോറോയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ഹെൽമിപ്പോ. അവരെ 2 പേരും വളർന്ന് വലിയ ആൾക്കാരായി. അവരെ ട്രെയിൻ ചെയ്ത് ഇത്രയും ആക്കിയത് നമ്മുടെ ഗാർപ്പാണ്. ഇപ്പൊ നമ്മുടെ ലൂഫിക്കും അവൻ ആരാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. അതിനുശേഷം നമ്മുടെ ലൂഫിയോട് അവന്റെ മുത്തച്ഛൻ ഗാർപ്പ്, ഹേ ലൂഫി, ഞാൻ കേട്ടത് ശരിയാണോ? നീ നിന്റെ അച്ഛനെ കണ്ടോ? എന്ത്? ഞാൻ എന്റെ അച്ഛനെ കാണാനോ? അതിനെനിക്ക് അച്ഛനുണ്ടോ? അത് കേട്ട് ഗാർപ്പാവട്ടെ, ഓ അപ്പൊ നീയും കണ്ടിട്ടില്ലല്ലേ? നിന്റെ അച്ഛൻ നീ ലോക്ക്ഡൌണിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വന്നിരുന്നു. അവിടെ വെച്ച് നിന്നെ സഹായിച്ചതും അവനാണ്. അത് കേട്ട് അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതമായി. അതിന്റെ കൂടെ ലൂഫിയുടെ അച്ഛൻ ആരാണെന്ന് അവർക്ക് അറിയണം. അപ്പൊ ഗാർപ്പ്, നിന്റെ അച്ഛന്റെ പേര് മോങ്കി ഡി ഡ്രാഗൺ. അവനൊരു റവല്യൂഷണറി ആണ്. ഇത് കേട്ട് സ്ട്രോ ഹാറ്റ്സും അവിടെ ഉണ്ടായിരുന്ന മറൈനിലെ ആൾക്കാരും എല്ലാവരും ഞെട്ടിധരിച്ചു. നമ്മുടെ ലൂഫിയും ഗാർപ്പും ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും ഇതൊരു അത്ഭുതമാണ്. ഇത് കണ്ട് ലൂഫി ആവട്ടെ, എന്താ ഈ പേരിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, എടാ മണ്ട, നിനക്ക് ഡ്രാഗൺ ആരാണെന്ന് അറിയില്ലേ? നിന്റെ അച്ഛൻ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ റോബിൻ ലൂഫിക്ക് പറഞ്ഞു കൊടുക്കും, പൈററ്റ്സ് കൂടാതെ വേൾഡ് ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഈ റവല്യൂഷണറി ആർമിയാണ്. അവരെവിടെയാണെന്നോ അവരുടെ ഐഡന്റിറ്റി എന്താണെന്നോ ആർക്കും അറിയില്ല. അങ്ങനെയുള്ള
അവിടെയുള്ള റവല്യൂഷണറിയുടെ ലീഡറാണ് നിന്റെ അച്ഛൻ, ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. അപ്പൊ ഗാർപ്പ്, ഓ ഈ ഒരു കാര്യത്തെ പറ്റി പുറത്തു പറയാൻ പാടില്ലല്ലേ, ഛേ ഞാൻ അതങ്ങ് മറന്നുപോയി. ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലൂഫിയുടെ സ്വഭാവം എവിടുന്ന വന്നതെന്ന്? ലൂഫി തന്നെ ഗാർപ്പ്, ഗാർപ്പ് തന്നെ ലൂഫി. അല്ലെങ്കിൽ മങ്കി ഡി ഫാമിലി കുറച്ച് ബാഡാസ് ആണെന്ന് പറയാം. മങ്കി ഡി ഗാർപ്പ്, മങ്കി ഡി ഡ്രാഗൺ, മങ്കി ഡി ലൂഫി. എന്താ ബാഡാസ് അല്ലേ? ആണ്. അത് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതിനുശേഷം നമ്മുടെ ലൂഫി കോബിയോട് സംസാരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാ റെഡ് ലൈനിലൂടെ വരാതെ ഇവിടെ എത്തിയത് എന്ന് ലൂഫി ചോദിക്കുമ്പോ കോബി, ലൂഫി അതൊരു സീക്രട്ട് ആണ്, എന്നാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മറൈന്റെ കയ്യിൽ സീ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കാംബെൽറ്റ് ക്രോസ് ചെയ്ത് ഇവിടേക്ക് എത്തിയത്. അത് യൂസ് ചെയ്യുമ്പോൾ കാംബെൽറ്റിലുള്ള ഒരു മോൺസ്റ്റേഴ്സും ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് കോബി പറയുന്നതിന്റെ കൂടെ ഇതിനെല്ലാം കാരണം ഡോക്ടർ വെഗാപങ്ക് ആണെന്ന് പറയുന്നു. ഈ ഒരു പേര് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്, ഡോക്ടർ വെഗാപങ്ക്. കോബി പറയുന്നത് ഡോക്ടർ വെഗാപങ്ക് കാരണമാണ് ഇതുപോലെയുള്ള ഐഡിയാസ് അവർക്ക് കിട്ടുന്നത്. ഡോക്ടർ വെഗാപങ്ക് ഒരുപാട് ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ഒരു ബ്രില്യന്റ് ആണ് എന്നിങ്ങനെ കോബി ലൂഫിയോട് പറയുന്നു. ഇപ്പൊ ഇതൊന്നും ലൂഫിക്ക് വലുതായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും അവരുടെ തൊട്ട് താഴെ ഒരു ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഉണ്ട്. അതുവഴി കാര്യങ്ങൾ കേൾക്കുന്നത് നാമിയാണ്. അവൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനുശേഷം ഗാർപ്പ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ലൂഫിയോട് പറയുന്നത്, എന്തൊക്കെയായാലും നീ ഒരു പൈററ്റ് ആണ്, അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും നീ ഈ ഐലൻഡിൽ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് ഗാർപ്പ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവരെല്ലാവരും അതുപോലെ വാട്ടർ സെവനിലുള്ള ആൾക്കാരും ചേർന്ന് ഒരു പാർട്ടി നടത്തുന്നു. ഈ ഒരു സമയത്താണ് അവിടേക്ക് അഡ്മിറൽ കൂസാൻ വരുന്നത്. അയാൾ വന്നത് റോബിനോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ റോബിനും അയാളും സംസാരിക്കുന്നു. റോബിൻ, അന്ന് സോളിന് വേണ്ടിയാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത്, അത് കാരണം എനിക്ക് അവനെ പിടിക്കേണ്ടി വന്നു. ഇത്രയും കാലം ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നീ എന്തൊക്കെ ചെയ്യുന്നു, നീ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ. അതിലുപരി നിനക്കൊരു നല്ല ഫാമിലി കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ നിനക്കിപ്പോ നല്ലൊരു ഫാമിലിയെ കിട്ടി, ഇനി മുതൽ നിന്റെ ഫാമിലി ഇവരാണ് എന്ന് പറഞ്ഞ കൂസാൻ അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാങ്ക്സ് ഇല്ലേ, പുള്ളിക്കാരൻ വൈറ്റ് ബിയർഡിനെ പോയി മീറ്റ് ചെയ്യുന്നു. അതും എവിടെയാണ്? ന്യൂ വേൾഡില്. മുമ്പ് ഷാങ്ക്സ് ഒരു ലെറ്റർ അയച്ചപ്പോ അത് വായിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് കയറി കളഞ്ഞു. അതുകൊണ്ടാണ് ഷാങ്ക്സ് വൈറ്റ് ബിയർഡിനെ നേരിട്ട് വന്ന് കാണുന്നത്. ഷാങ്ക്സ് വൈറ്റ് ബിയർഡിന്റെ കപ്പലിലേക്ക് വരുന്ന സമയത്ത് വൈറ്റ് ബിയർഡിന്റെ ക്രൂവിലുള്ള കുറച്ച് പേര്, അതായത് വൈറ്റ് ബിയർഡിന്റെ ക്രൂവിലേക്ക് പുതിയതായിട്ട് ചേർന്ന ആൾക്കാർ തല കറങ്ങി താഴേക്ക് വീണു. അതിന്റെ കാരണം എന്താണെന്ന് ഇവിടെ വെച്ച് പറയുന്നുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഷാങ്ക്സിന്റെ ഓവർ പവേർഡ് ആയിട്ടുള്ള ഹാക്കി കാരണമാണ്. ഇപ്പൊ നിങ്ങൾ ഹാക്കിയെ കുറിച്ച് കേട്ടില്ലേ? ഹാക്കി എന്ന് പറയുന്നത് വൺ പീസ് വേൾഡിലുള്ള ഒരു പവറാണ്. ഈ പവറുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിനെ തോൽപ്പിക്കാം. അതായത് വെറുതെ കയറി തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ആ ഡെവിൾ ഫ്രൂട്ട് യൂസറിനേക്കാൾ ഇവരുടെ ഹാക്കിക്ക് പവർ വേണം. അതിന് നല്ലതുപോലെ ട്രെയിൻ ചെയ്യണം. സോ ഡെവിൾ ഫ്രൂട്ടിന് പുറമെ വൺ പീസ് വേൾഡിലുള്ള ആൾക്കാർക്കുള്ള ഒരു പവറാണ് ഈ ഹാക്കി. ഹാക്കിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഹാക്കിയെ കുറിച്ച് ഇനിയും കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഷാങ്ക്സ് കപ്പലിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്നുമല്ല, പക്ഷേ വൈറ്റ് ബിയറിന്റെ ക്രൂവിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർ തല കറങ്ങി താഴേക്ക് വീണു. കുറച്ച് പേര് മാത്രം ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്നുണ്ട്. അതിലൊരുത്തന്റെ പേരാണ് മാർക്കോ, വൈറ്റ് ബിയറിന്റെ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡർ. വൈറ്റ് ബിയറിന്റെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡർ ആണ് നമ്മുടെ എയ്സ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഷാങ്ക്സ് വൈറ്റ് ബിയറിനോട് സംസാരിക്കുന്നു. ബ്ലാക്ക് ബിയർഡ് ഇത്രയും കാലം നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവസരം കിട്ടിയ സമയത്ത് നിങ്ങളുടെ ക്രൂവിലുള്ള ഒരാളെ കൊന്ന് അവനൊരു ഡെവിൾ ഫ്രൂട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇപ്പൊ അവൻ പഴയതുപോലെയല്ല, ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടി എയ്സിനെ പറഞ്ഞയച്ചില്ലേ, അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്ക് ബ്ലാക്ക് ബിയർഡ് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, എയ്സിനെ തിരിച്ചു വിളിക്ക്, അവനോട് ബ്ലാക്ക് ബിയറിന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറ. ഇത് കേട്ട വൈറ്റ് ബിയർഡ് ആവട്ടെ ദേഷ്യം വന്ന്, എന്റെ കുടുംബത്തെക്കുറിച്ച് നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് പറയുന്നു. അങ്ങനെ അവരുടെ ആ മീറ്റിംഗ് അവസാനിച്ചു. ഇപ്പൊ വാട്ടർ സെവനിലുള്ള ഫ്രാങ്കി അതുപോലെ ഐസ്ബർഗ് ഇവരെല്ലാം ചേർന്ന് സ്ട്രോ ഹാറ്റ്സിനുള്ള കപ്പൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാമി നോക്കുമ്പോൾ അവളുടെ ലോഗ് പോസിന്റെ ഡയറക്ഷൻ താഴത്തേക്കാണ് കാണിക്കുന്നത്. അതായത് മുമ്പ് സ്കൈ ഐലൻഡിലേക്ക് പോവാൻ അവർക്ക് മുകളിലേക്കാണ് കാണിച്ചതെങ്കിൽ ഇപ്രാവശ്യം താഴേക്കാണ് കാണിക്കുന്നത്. എന്താ ഭൂമി തുറന്ന് താഴേക്ക് പോകണോ? ഹേയ് അങ്ങനെയൊന്നുമല്ല. ആ കാര്യം എന്താണെന്ന് കൊക്കറോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വെള്ളത്തിന്റെ അടിയിൽ ഫിഷ്മാൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഇതിന്റെ ഡയറക്ഷൻ അവിടേക്കാണ് കാണിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾ അവിടേക്ക് പോകുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ ആയിട്ട് ചില ഗോസ്റ്റ് ഷിപ്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അതിലൊന്നും പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കൊക്കറോ അവൾക്കൊരു ചെറിയ വാണിംഗ് കൊടുത്തു. തുടർന്ന് ഫ്രാങ്കിയും ഐസ്ബർഗും എല്ലാം ചേർന്ന് സ്ട്രോ ഹാറ്റ്സിന്റെ ആ പുതിയ കപ്പൽ തയ്യാറാക്കി. ഈ പുതിയ കപ്പലിന്റെ പേരാണ് 1000 സണ്ണി. ഇതിന്റെ കൂടെ തന്നെ ചൂടോടെ നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ ഇതുവരെ ബൗണ്ടി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ബൗണ്ടി കിട്ടി. അതുപോലെ ആദ്യം ബൗണ്ടി ഉണ്ടായിരുന്ന ആൾക്കാരുടെ ബൗണ്ടിയൊക്കെ ഇപ്പൊ കൂടി. അതായത് ലൂഫിയുടെ ബൗണ്ടി 300 മില്യൺ ആയിട്ട് കൂടി. അതുപോലെ സ്ട്രോ ഹാറ്റ്സിന്റെ മുഴുവൻ ബൗണ്ടിയും ചേർത്ത് വെക്കുമ്പോൾ അത് 600 മില്യൺ ആണ്. ഇതിന്റെ കൂടെ തന്നെ സ്ട്രോ ഹാറ്റ്സ് അല്ലാത്ത ഫ്രാങ്കിക്കും ഒരു ബൗണ്ടി കിട്ടി. അതെന്തിനാണെന്ന് വെച്ചാൽ അവൻ സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്തു. എവിടെ വെച്ച്? എന്നീസ് ലോബിയിൽ വെച്ച്, വേൾഡ് ഗവൺമെന്റിന്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച്. അതുകൊണ്ട് ഫ്രാങ്കിക്ക് ഒരിക്കട്ടെ ഒരു ബൗണ്ടി എന്ന് പറഞ്ഞ് വേൾഡ് ഗവൺമെന്റ് അവനും ഒരു വാണ്ടഡ് പോസ്റ്റർ ഇറക്കി. ഈ ഒരു കാര്യം കൊണ്ട് ഫ്രാങ്കി ഫാമിലിയിലെ ആൾക്കാർ സ്ട്രോ ഹാറ്റ്സിനോട് ഫ്രാങ്കി അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി പറയുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഫ്രാങ്കിയുടെ തലയ്ക്ക് ഇപ്പൊ വലിയൊരു ബൗണ്ടി ഉണ്ട്. അതുകൊണ്ട് വേൾഡ് ഗവൺമെന്റ് അവൻ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവനെയും സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഫ്രാങ്കി ഫാമിലിയിലെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നു. ഇതിന് സ്ട്രോ ഹാറ്റ്സ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഫ്രാങ്കി ഫാമിലിയിലെ ആൾക്കാർ പറഞ്ഞിട്ടും സ്ട്രോ ഹാറ്റ്സ് സമ്മതിച്ചിട്ടും കാര്യമില്ല. ഇതിന് ഫ്രാങ്കി സമ്മതിക്കണം. ആദ്യമൊക്കെ
ഫ്രാങ്കി സമ്മതിക്കില്ല, കാരണം അവന് ഇതിനോടൊന്നും താല്പര്യമില്ല. എന്നാൽ ഒടുവിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഫ്രാങ്കി അവസാനം സങ്കടത്തോടെ സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ പോവാന്ന് പറയുന്നു. അങ്ങനെ സ്ട്രോ ഹാറ്റ്സിലേക്ക് പുതിയൊരു മെമ്പറും കൂടെ എത്തി. പക്ഷെ നമ്മുടെ ഊസോപ്പ് മാത്രം ഇതുവരെ സ്ട്രോ ഹാറ്റ്സിലേക്ക് ചേർന്നിട്ടില്ല. അവൻ അന്ന് പോയ പോക്കാണ്, ഇതുവരെ വന്നിട്ടില്ല. ഊസോപ്പിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി, അതായത് ലൂഫി ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് അവനാണെന്നൊക്കെ. എങ്കിലും ഇത്രയും നേരം ലൂഫി വന്ന് അവനെ തിരിച്ചു വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഊസോപ്പ് ഇരുന്നത്. എന്നാൽ ഇത്രയും നേരമായിട്ടും ഊസോപ്പ് പ്രതീക്ഷിക്കുന്ന പോലെ ലൂഫി വന്നില്ല. അതുകൊണ്ട് ഊസോപ്പ് നേരിട്ട് പോയി പറയാന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്ക് വരുന്ന ഈ ഒരു സമയത്താണ് ഇത്രയും സമയമായിട്ടും സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് പോകാത്തതുകൊണ്ട് ലൂഫിയുടെ മുത്തച്ഛൻ ഗാർപ്പ് ഒരുപാട് കാനോൺ ബോൾസ് എടുത്ത് ലൂഫിയുടെ ഷിപ്പിന് നേരെ എറിയുന്നു. ലൂഫിയെ പിടിക്കാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷെ അവൻ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സ്ട്രോ ഹാറ്റ്സിനും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് പോകുന്നു. ഈ ഒരു സമയത്താണ് അവിടേക്ക് എത്തിയ ഊസോപ്പ് സ്ട്രോ ഹാറ്റ്സിനോട് കരഞ്ഞ് എനിക്ക് നിങ്ങളുടെ കൂടെ വരണം, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നു. അത് കേട്ട ലൂഫി മറ്റൊന്നും ചിന്തിക്കാതെ ഊസോപ്പിനെ പിടിച്ച് കപ്പലിലേക്ക് കയറ്റി. അങ്ങനെ സ്ട്രോ ഹാറ്റ്സിലേക്ക് ഇപ്പൊ ഊസോപ്പും ചേർന്നു. എന്നാൽ ഇപ്പൊ ഇതല്ല പ്രശ്നം, ഗാർപ്പാണ് പ്രശ്നം. നിന്റെ നാടകത്തിനൊന്നും ടൈമില്ല, എടുത്തോണ്ട് പോടാ എന്നൊരു രീതിയിൽ ഗാർപ്പ് ഒരു വലിയ കാനോൺ ബോൾ ചങ്ങലയിൽ കെട്ടി സ്ട്രോ ഹാറ്റ്സിന് നേരെ ഒരേ അടി. പെട്ടെന്ന് സ്ട്രോ ഹാറ്റ്സ് അവരുടെ കപ്പലിലെ പുതിയ പവർ യൂസ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അവര് പോയതിനു ശേഷം ഗാർപ്പിന്റെ ഒരു ചിരിയുണ്ട്. ഈ ഒരു ചിരിയിലുണ്ട് എല്ലാം. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ചേർത്തുകൊണ്ട് അവരുടെ പുതിയ അഡ്വഞ്ചർ നോക്കി പോകുന്നു. അവരുടെ പുതിയ ജേണി ഇവിടെ വെച്ച് സ്റ്റാർട്ട് ആവുകയാണ്. ഇതിനുശേഷം മറ്റൊരു ഭാഗത്ത് ബ്ലാക്ക് ബിയർഡിനെ തേടി വന്ന നമ്മുടെ എയ്സ് അങ്ങനെ അവസാനം അവനെ കണ്ടുപിടിച്ചു. സോ എന്തിനാണ് നമ്മുടെ എയ്സ് ബ്ലാക്ക് ബിയർഡിനെ പിടിക്കാൻ വേണ്ടി വരുന്നത്? അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും കാലം ബ്ലാക്ക് ബിയർഡ് വൈറ്റ് ബിയർഡിന്റെ ക്രൂവിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈറ്റ് ബിയർഡിന്റെ ക്രൂവിലെ ഒരാളെ ഈ ബ്ലാക്ക് ബിയർഡ് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡബിൾ ഫ്രൂട്ടുമായിട്ട് ഇവൻ മുങ്ങി. അതുകൊണ്ട് മുങ്ങിയത് മാത്രമല്ല അതിവൻ തിന്നു. സോ ഇതിനു വേണ്ടിയാണ് നമ്മുടെ എയ്സ് ഇവന്റെ പുറകെ വരുന്നത്. ആ ഡബിൾ ഫ്രൂട്ടിന് വേണ്ടിയല്ല, പകരം ഇവൻ വൈറ്റ് ബിയർഡിന്റെ ക്രൂവിലെ ഒരുത്തനെ കൊന്നു. അതുകൊണ്ട് ബ്ലാക്ക് ബിയർഡിന് ശിക്ഷ കൊടുക്കേണ്ടത് വൈറ്റ് ബിയർഡ് ആണ്. ഇതിനു വേണ്ടിയാണ് എയ്സ് ബ്ലാക്ക് ബിയർഡിനെ പിടിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ എയ്സും ബ്ലാക്ക് ബിയർഡും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. ബ്ലാക്ക് ബിയർഡിന് അവൻ തന്ന ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. ആ ഡബിൾ ഫ്രൂട്ടിന്റെ പേര് യാമി യാമി നോമി. ഇനി ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡാർക്ക് ഫ്രൂട്ട്. ഇതിന്റെ പേരിലുണ്ട് അതിന്റെ പവർ എന്താണെന്ന്. ഡാർക്ക്നെസ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. അതുപോലെ ബ്ലാക്ക് ബിയർഡ് ഏതെങ്കിലും ഡബിൾ ഫ്രൂട്ട് യൂസറിനെ തൊട്ടാൽ അവരുടെ പവർ പിന്നെ വർക്ക് ചെയ്യില്ല. പിന്നീട് ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്നല്ല, എപ്പോഴാണോ ബ്ലാക്ക് ബിയർഡിന്റെ കോണ്ടാക്റ്റിൽ വരുന്നത് അപ്പോഴൊക്കെ അവരുടെ പവർ വർക്ക് ചെയ്യില്ല. ഇവൻ അവന്റെ ഡാർക്ക്നെസ് യൂസ് ചെയ്ത് അവരുടെ പവർ വലിച്ചെടുക്കും. അങ്ങനെയാണ് അവരുടെ പവർ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയാതാവുന്നത്. ഇപ്പൊ ഇവരുടെ ഈ ഒരു ഫൈറ്റിന്റെ അവസാനം എയ്സും ബ്ലാക്ക് ബിയർഡും അവരുടെ പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് യൂസ് ചെയ്യുന്നു. അങ്ങനെ അവരുണ്ടായിരുന്ന ഐലൻഡിൽ ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നു. അതിൽ ആർക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷെ നമ്മുടെ എയ്സിന്റെ തൊപ്പി മാത്രം താഴെ വീണ് കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സാഗ ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. സോ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന സാഗയാണ് ത്രില്ലർ ബാർക്ക് സാഗ. ഈ ഒരു സാഗ ഏകദേശം 2 പാർട്ട് ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അധികമൊന്നും വലിച്ചു നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അധികമൊന്നും വലിച്ചു നീട്ടാൻ അതിലില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് തീർക്കാം. അത് കഴിഞ്ഞിട്ടുള്ള സാഗയിലാണ് നമ്മൾ കുറച്ച് വലിയ കളികൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും, എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് പാക്ക് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.